കേരളത്തിലെ ആരാധനാലയങ്ങളിലെ കോളാമ്പി, അതായത് മൈക്കിൻ്റെ കോളാമ്പി ഉണ്ടല്ലോ, എല്ലാ ആരാധനാലയങ്ങളിലുണ്ട്. അമ്പലങ്ങളിലുണ്ട്, പള്ളിയിലുണ്ട്, ചർച്ചുകളിലൊക്കെ അത് കാണപ്പെടുന്നുണ്ട്. ഇത് കോടതി നിരോധിച്ച കാര്യമാണ്. കോളാമ്പി, അതായത് ഇത്തരം ഉച്ചഭാഷിണികൾ നിരോധിച്ച കാര്യമാണ്. പക്ഷെ പലയിടത്തും അത് ഉപയോഗിക്കപ്പെടുന്നു. എന്നാൽ ഇപ്പോൾ കേരളത്തിൽ വ്യാപകമായി യുക്തിവാദി സംഘടനകൾ, അതിൻ്റെ യുക്തിവാദി സംഘടനകളുടെ ആചാര്യനായി കാണുന്ന സി രവിചന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള സംഘടന ശക്തമായി പോലീസ് പരാതികളിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി അവർ തന്നെ അവരുടെ ഫേസ്ബുക്കിൽ പല ആരാധനാലയങ്ങളിലും ഉപയോഗിച്ചിരുന്ന അത്യുച്ചത്തിൽ വെച്ചിരുന്ന ഉച്ചഭാഷണികളെല്ലാം നീക്കം ചെയ്യുകയോ അല്ലെങ്കിൽ കമ്മിറ്റി, ആരാധനാലയത്തിൻ്റെ നടത്തിപ്പുകാർ അവർ സ്വമേധയാ ഇത്തരം രീതിയിലേക്കുള്ള ഉച്ചഭാഷണികൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് പിന്മാറുകയോ ചെയ്തതായിട്ടാണ് കാണുന്നത്. ഇതിലെ യുക്തിവാദി സംഘത്തെ വിമർശിക്കേണ്ട കാര്യമില്ല. കാരണം നിയമം മൂലം നിരോധിക്കപ്പെട്ട ഒരു കാര്യത്തെ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലേക്ക് എല്ലാ ആരാധനാലയങ്ങളിൽ നിന്നും ഇങ്ങനെ രീതിയിലുള്ള പ്രാർത്ഥനകൾ ഉച്ചഭാഷണിയിൽ വരേണ്ട കാര്യമില്ല. പൊതുവെ അമ്പലങ്ങളിൽ രാവിലെ ഒരു സംഗീതം വെക്കുന്ന, ഗാനം വെക്കുന്ന രീതിയിൽ അരമണിക്കൂറോ അല്ലെങ്കിൽ 15 മിനിറ്റോ ഉണ്ടാവുന്നുള്ളൂ. പക്ഷേ മുൻകാലങ്ങളിലൊന്നും ഇതിനെക്കുറിച്ച് ആർക്കും പരാതി ഉണ്ടായിരുന്നില്ല. പള്ളികളിൽ നിന്ന് വരുന്ന ബാങ്ക് അത് കേവലം 2 മിനിറ്റേ ഉണ്ടാവുള്ളൂ, 5 നേരം വരും, 2 മിനിറ്റേ ഉണ്ടാവുള്ളൂ, ആർക്കും പരാതികളില്ല. അതുപോലെ തന്നെ ചർച്ചിൽ നിന്ന് വരുന്ന ആ രീതിയിലേക്കുള്ള ഏതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ചെയ്യേണ്ട, ഏതെങ്കിലും നിർബന്ധിതമായി ചെയ്യേണ്ട, അവരുടെ ആരാധനയുടെ ഭാഗമായി ചെയ്യേണ്ട ചില നിമിഷങ്ങൾ മാത്രമുള്ള ആരാധനാകർമ്മങ്ങളുടെ ഭാഗമായുള്ള പ്രാർത്ഥനകൾ ഉച്ചഭാഷണിയിൽ നിന്ന് വരേണ്ടതുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊന്നും ആർക്കും പരാതിയില്ല. പക്ഷേ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ ചടങ്ങുകളും ഉച്ചഭാഷണിയിലൂടെ ജനങ്ങളെ അറിയിക്കണമെന്നും അത്യുച്ചത്തിൽ അറിയിക്കണമെന്നുള്ളൊരു ചിന്താഗതി പൊതുവെ കാണപ്പെടുന്നു. ഈ ഒരു സാഹചര്യം ആരാധനാലയങ്ങളുടെ നടത്തിപ്പുകാർ, മതവിശ്വാസികൾ സ്വമേധയാ ഒഴിവാക്കേണ്ടതായിരുന്നു. അവർ ഒഴിവാക്കാത്ത സാഹചര്യത്തിലാണ് യുക്തിവാദി സംഘടനയുടെ നേതൃത്വത്തിൽ പരാതികൾ നൽകി നിർബന്ധിതമായി പോലീസ് ഇടപെട്ടുകൊണ്ട് തന്നെ ഇത് ഈ രീതി ഉച്ചഭാഷണിയിലൂടെ വരുന്ന ശബ്ദ കോലാഹലങ്ങളെ നിയന്ത്രിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇത് മതത്തോടുള്ള വെല്ലുവിളിയൊന്നുമല്ല. ശബ്ദകോലാഹലങ്ങൾ എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ശബ്ദകോലാഹലങ്ങൾ എന്ന് പറയുന്നത് ഒരു ആരാധനാലയത്തിൽ നിന്ന് വരുന്ന ഒരു പ്രാർത്ഥന, ആ ആരാധനാലയത്തിൽ വിശ്വസിക്കുന്നവർ, ആ പ്രാർത്ഥന വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ് അത് ദൈവികം. മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു ശബ്ദം വിഭാഗത്തെ മാത്രം എടുത്താൽ പോലും ആ പ്രയോഗം തെറ്റല്ലേ? അല്ല, അത് സംബന്ധിച്ചിടത്തോളം അവര് അത്രമേൽ ആത്മീയമായിട്ട് സംബന്ധിക്കുന്ന ഒരു വിഷയത്തെ കോലാഹലങ്ങൾ എന്ന് പറയുന്ന ശബ്ദകോലാഹലങ്ങൾ യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം, മതനിഷേധികളെ സംബന്ധിച്ചിടത്തോളം അത് കോലാഹലം മാത്രമാണ്. മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് പ്രാർത്ഥന നിർഭരമായ വിശ്വാസിയാണോ? ഞാനൊരു മതവിശ്വാസിയാണെങ്കിൽ പോലും എൻ്റെ മതവിശ്വാസത്തിൽ ഒരിക്കലും പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള യാതൊരു ആരാധനയുമില്ല. നമ്മുടെ നാട്ടിലെ പള്ളികളിൽ, മുസ്ലിം പള്ളികളിൽ നിന്ന് വരുന്ന കാഴ്ചപ്പാടായിരിക്കും ഓരോ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും. ഇവിടെ ഒരു ജനാധിപത്യ രാജ്യത്ത്, മതേതര രാജ്യത്ത് ഒരു മതത്തിന്റെ കാഴ്ചപ്പാട് കോലാഹലങ്ങൾ എന്നുള്ള പ്രയോഗം ഞാൻ വേണമെങ്കിൽ അത് പിൻവലിക്കാം. ശബ്ദ കോലാഹലങ്ങൾ എന്നുള്ള വാക്ക് പറഞ്ഞത് പിൻവലിക്കാം. പക്ഷെ ശബ്ദങ്ങൾ, ഈ വരുന്ന ആരാധനാലയങ്ങളിൽ നിന്ന് വരുന്ന അത്യുച്ചത്തിലുള്ള ശബ്ദങ്ങൾ, കോലാഹലം എന്നുള്ള വാക്ക് ഞാൻ പിൻവലിച്ചിരിക്കുന്ന ശബ്ദങ്ങൾ പൊതുസമൂഹത്തിന്, പൊതുജനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലേക്ക് വരാൻ പാടില്ല. അത് ഒരു മതവും നിഷ്കർഷിക്കുന്നില്ല. ഒരു ദൈവവും ഇത്തരം അത്യുച്ചത്തിൽ വിളിച്ചു പോകണമെന്നോ വിളിച്ചു ഉയർത്തണമെന്നോ ഒരു ദൈവവും ആവശ്യമില്ല. ഇത് ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ, സ്വയം സംതൃപ്തിക്ക് വേണ്ടി മതവിശ്വാസികൾ സ്വയം ഇങ്ങനെ കൊണ്ടുവരുന്ന രീതികളാണ്. ഇത് നിയന്ത്രിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ആളുകൾ സംബന്ധിച്ചിടത്തോളം ഒരു സമൂഹം, വിവിധ മതവിഭാഗങ്ങൾ, മതങ്ങളിൽ വിശ്വസിക്കാത്തവരെല്ലാം ഒത്തൊരുമിച്ച് ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ ഒരുപക്ഷെ അവർക്ക് എതിരഭിപ്രായം ഉണ്ടായിരിക്കാം. ഒരു അമ്പലത്തിൽ നിന്നോ പള്ളിയിൽ നിന്നോ ചർച്ചിൽ നിന്നോ വരുന്ന ഈ രീതിയിലുള്ള ശബ്ദങ്ങൾ പൊതുവെ അത് വിമർശിക്കപ്പെടേണ്ടതും അല്ലെങ്കിൽ എതിർക്കപ്പെടേണ്ടതുമായ തോന്നലുണ്ടാവും. പക്ഷേ എങ്ങനെ അവിടെ പോയി സംസാരിക്കും? പ്രത്യേകിച്ച് ഒരു ഇതര മതത്തിലെ ആളാണെങ്കിൽ അത് എങ്ങനെ പോയി അവിടെ പരാതി പറയും? പരാതി പറഞ്ഞാലുണ്ടാവുന്ന പ്രശ്നം എന്താണെന്നൊക്കെ രീതിയിലുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. ഈ കൺഫ്യൂഷന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേരള ഹൈക്കോടതി സർക്കാരിനോട് നിർദ്ദേശിക്കുന്നത്. ഉച്ചഭാഷണി നിർദ്ദേശിക്കുന്നത് അറിയാലോ, കോളാമ്പി എന്ന് പറയും. ആ രീതിയിൽ അതിൻ്റെ ആവശ്യമില്ല. സാധാ ബോക്സ് പോലത്തെ ചെറിയ സൗണ്ടൊക്കെ വേണമെങ്കിൽ വെക്കാം. പക്ഷേ ഈ രീതിയിലേക്ക് സമൂഹം പൊതുവെ അംഗീകരിക്കുന്ന ബാങ്ക്, അമ്പലത്തിലെ പാട്ട്, മറ്റ് കാര്യങ്ങളൊക്കെ അതിനെ പൊതുവെ അംഗീകരിക്കപ്പെട്ട കാര്യങ്ങളാണ്. അതല്ലാത്ത കാര്യങ്ങളൊക്കെ വരുന്നത് ഈ രീതിയിലേക്കുള്ള സമൂഹം ഇടപെടലുകൾക്ക് കാരണമാകും. അതുകൊണ്ട് തന്നെ യാതൊരുവിധ പരാതികളില്ലാതെ, പൊതുസമൂഹത്തിൻ്റെ ഇടപെടലുകളില്ലാതെ സ്വയം ഇതിൻ്റെ ബുദ്ധിമുട്ട്, ജനങ്ങൾക്ക് ഇതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി ഈ രീതിയിലുള്ള ആരാധനകൾ ഉച്ചഭാഷണിയിലൂടെ നടത്തുന്നത് ഒഴിവാക്കാൻ
മത നേതൃത്വം ശക്തമായി തന്നെ തീരുമാനിക്കും. അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ള ഈ പറയപ്പെടുന്ന യുക്തിവാദികൾ ആ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ ഇത്തരത്തിലുള്ള പരാതികളുമായിട്ട് മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് പറയുന്നത്. തീർച്ചയായും ഒക്കേഷണലി പല രാഷ്ട്രീയക്കാരുടെ പല പറഞ്ഞ രീതിയിലുള്ള അനൗൺസ്മെന്റുകൾ ആ ഉണ്ടാക്കുന്ന സമയത്ത് നിയമങ്ങളില്ല, അല്ല പരിധികളില്ല, തീർച്ചയായും പരിമിതികളില്ല. തീർച്ചയായും അത് നിയന്ത്രിക്കപ്പെട്ട സൗണ്ടുകളാണ് അവിടെ ഉപയോഗിക്കുന്നത്. നിയന്ത്രിക്കപ്പെട്ട ഹൈക്കോടതി നിരോധിച്ച കോളാമ്പി ഒന്നും എന്ത് ചെയ്യുന്നില്ല. പണ്ടത്തെ കോളാമ്പി ഉണ്ടല്ലോ, അതൊന്നും ഇപ്പൊ സൗണ്ട് സിസ്റ്റം ആയിട്ട് ആരും ഉപയോഗിക്കുന്നില്ല. ഇത് മനുഷ്യനെ കോളാമ്പി അല്ല, അതിന്റെ സൗണ്ടാണ്. അല്ല, അത് ഞാൻ പറയണത് ആരാധനാലയങ്ങളിൽ ഉച്ചഭാഷണികളിലൂടെ വോളിയം, അതായത് സൗണ്ടിന്റെ പ്രഷർ പുറത്തേക്ക് കേൾക്കുന്നു. ഇപ്പൊ ചുറ്റും എല്ലായിടത്തും ആരാധനാലയങ്ങളാണ്. പണ്ട് അങ്ങനെ അല്ല. പണ്ട് ഇതിനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ജനങ്ങളെ അറിയിക്കേണ്ട സമയമായി എന്ന് അറിയിക്കുക. ഇന്ന് ജനങ്ങൾക്ക് ടെക്നോളജി പലതുണ്ട്. ആ ടെക്നോളജിയിലൂടെ അത് അറിയാനുള്ള സാധ്യതയുണ്ട്. തൊട്ടടുത്ത് പല അടുത്തടുത്തായിട്ട് ആരാധനാലയങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സൗണ്ട് കൺട്രോൾ ചെയ്താൽ മതി. സൗണ്ട് കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങളത് കൺട്രോൾ ചെയ്യില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇവിടെ നിരോധിക്കപ്പെട്ടൊരു കാര്യമാണ്. ഏതെങ്കിലും ഒരു പൊതു താല്പര്യമായി ബന്ധപ്പെട്ട് ആരെങ്കിലും പോയി പരാതി കൊടുത്താൽ അത് നീക്കം ചെയ്യേണ്ടി വരും. അപ്പോൾ അത് നീക്കം അതിൻ്റെ പരാതി കൊടുത്തത് യുക്തിവാദിയാണ് അല്ലെങ്കിൽ ഇതര മതവിശ്വാസിയാണെന്ന രീതിയിലേക്കൊന്നും സങ്കടപ്പെട്ടിട്ടോ പരാതിപ്പെട്ടിട്ടോ യാതൊരു കാര്യവുമില്ല എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം.